ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോവുകയാണ്. ഇപ്പം എത്ര സമയമായിട്ട് മൂസ്? 4 മണി ആവാനായല്ലേ. അപ്പോൾ 4 മണി ഈ സമയത്ത് നമ്മൾ കുഞ്ഞുമാവൻ്റെ വീട്ടിൽ പോവുകയാണ്. അമ്മായിൻ്റെയും, അതായത് നമ്മുടെ അമ്മാവൻ്റെ മോന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. അതായത് ഓട്ടോയിൽ പോയുമ്പോൾ കമ്പിക്ക് പെട്ടെന്ന് ബ്രേക്കാറ്റം പിടിക്കുമ്പോൾ കമ്പി ഇങ്ങനെ അടിച്ചിട്ട് തലയിൽ ചെറിയൊരു ഇഞ്ചുറി ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. നല്ല വെയിലുണ്ടല്ലോ അമ്മു. പക്ഷെ ഇപ്പം ഇത്ര പോലെ വെയിലുണ്ടാവില്ലേ. ഇത് കഴിഞ്ഞാൽ താഴോട്ട് ഇറങ്ങണം. അപ്പോൾ അവിടെയൊക്കെ നല്ല തണലാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കുന്ന് കീയാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കൂളായിട്ട് ഇറങ്ങിയിട്ട് പോകാം. പക്ഷേ അത് കയറ്റം അമ്മൂസനെല്ലാം ആവുമായിരിക്കും. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. റിച്ചു ഹായ് പറ. എവിടെ പോകുന്നു? നമ്മളെവിടെ പോകുന്നു? ആരെ വീട്ടിൽ പോന്ന്? അമ്മായിന്റെ വീട്ടിൽ പോന്ന്. ആടെ എന്തെല്ലാം ഇല്ലേ? അവിടെ അപ്പുനായി ഉണ്ട്. അങ്ങനെ ഇതൊക്കെ കളിക്കാനൊക്കെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാൻ. പോകുന്നതിന് മുന്നേ ഞാൻ കാണിച്ചു തരാം. പോകുന്ന വഴിയൊക്കെ ഞാൻ കാണിച്ചു തരാം. വെയിറ്റ്. വഴി കണ്ടില്ലേ? 2 ഭാഗത്തും ഇങ്ങനെ വലിയൊരു ഗുഹ പോലെ ഉണ്ടല്ലേ കാണുമ്പോൾ. അപ്പോൾ ഇത് നമ്മൾ ഇറങ്ങി പോകണം. റിച്ചൂസൊക്കെ നല്ല നടക്കുന്നുണ്ട് ഇപ്പോൾ പോകുമ്പോൾ. പക്ഷേ പോകുമ്പോൾ അത്ര ഡിഫിക്കൽട്ട് ഇല്ല ഞാൻ പറഞ്ഞു. പക്ഷേ ഇത് കയറി വരുന്നതാണ് എൻ്റെ ദൈവമേ. കുന്ന് കയറി വരുന്ന എന്ന് പറയുന്നതൊക്കെ ഇങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഞാൻ അങ്ങനെയുള്ളൊരു ചെരുപ്പ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ വീണത് കൂടി ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരേണ്ടി വരും നിങ്ങൾക്ക്. അപ്പോൾ ആ പ്ലേസ് ഉണ്ടല്ലേ, കാണാൻ നല്ലൊരു ഭംഗിയിലൊരു കണ്ടോ. ഇവിടെ നിന്നൊക്കെ മണ്ണൊക്കെ എടുത്തിട്ട് കണ്ടില്ലേ, ഒരു ഇങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ഒറ്റക്കൊക്കെ പോകുമ്പോൾ നമുക്കൊരു പേടി തോന്നും. കാരണം ഒരു പ്രത്യേക വിജനമായിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷെ ഒന്നിച്ചൊക്കെ പോകുമ്പോൾ നല്ല കമ്പനി കൂടിയിട്ടൊക്കെ വർത്താനൊക്കെ പറയുമ്പോൾ കാച്ചൊക്കെ കൊണ്ട് ഇങ്ങനെ പോകാൻ നല്ലൊരു ഫീലുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഇറക്കമുള്ള സ്ഥലമാണ്. കണ്ടാൽ മനസ്സിലാവും. ഈ റോഡിന് പോകുന്തോറും ഇറക്കം കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു വഴിയിലെ കൂടിയാണ് ഡെയിലി അവർ വരുന്നത്. നമുക്കിപ്പോൾ ഒരിക്കൽ തന്നെ പോകുമ്പം ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങോട്ട് പോകുന്നത് വളരെ കുറവാണ്. അമ്മൂസ് വടിയൊക്കെ എടുത്ത് കുത്തിയിട്ടൊക്കെ നടക്കുന്ന കേട്ടോ. അപ്പോൾ വീഴുമെന്നൊക്കെ പേടിച്ചിട്ട് റിച്ചൂസെ മുറുക്ക് കൈ പിടിച്ചോട്ടോ. റിച്ചൂസ് വീണു. റിച്ചൂസെ മെല്ലെ നടക്കാൻ പറഞ്ഞില്ലേ. എന്നിട്ട് അമ്മൂച്ച് ചിരിക്കുന്നു കണ്ടില്ലേ. റിച്ചൂസ് അമ്മ കൈ പിടിക്കട്ടാ. വാ, ഇനി നമ്മൾ കുറച്ച് നടക്കട്ടെ. വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. റിച്ചൂസിനെയും കൊണ്ട് നടക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇറങ്ങുന്നത് പ്രശ്നമേ ഇല്ല. ഇനി വരുന്ന അവസ്ഥ എനിക്ക് ചിന്തിക്കാനും കൂടി കഴിയുന്നില്ല. പക്ഷെ പോകാണ്ടിരിക്കാനും കഴിയില്ലല്ലോ. പ്ലേസ് കാണുമ്പോൾ ചിലർക്ക് ഇങ്ങനത്തെ പ്ലേസ് ഇഷ്ടമായിരിക്കും അല്ലേ. ഇവിടെ ടൗണും അല്ലെങ്കിൽ സിറ്റി ലൈഫ് പോലെയല്ല, അടുത്തടുത്തായിട്ട് വീടുകളൊന്നും കാണാൻ കഴിയില്ല കേട്ടോ. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് വീടുകളുള്ളത്. അപ്പോൾ ഇത് ഒരു റബ്ബറിൻ്റെ ഒരു തോട്ടം പോലെയാണ് നമുക്കതിൽ നടക്കുമ്പോൾ ഫീൽ ചെയ്യില്ല കേട്ടോ. നമ്മളിതാ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അവരവിടെ പോസ്റ്റായി. വേഗം മാമൂസ് റിച്ചൂസ്. ഷൂ കഴിഞ്ഞോണ്ടിരിക്കുന്നത് കുറച്ച് ലൂസാണല്ലേ. അപ്പോ നമുക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങിയതാ കുഞ്ഞമ്മാവൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് എത്താനായിട്ട്. ലെഫ്റ്റ് സൈഡിലാണ് വീട്. അപ്പോൾ കുറച്ചുകൂടിയേ പോകാനുള്ളൂ. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് സ്ലിപ്പൊന്നും ആവാണ്ട് ഇറങ്ങി അങ്ങ് രക്ഷപ്പെട്ടു. അപ്പോൾ ഇവിടെ കാണും നിങ്ങൾക്ക് ഒരു പൊട്ടൻ തറയാണ് കേട്ടോ. അവിടെ പൊട്ടൻ ദൈവത്തിൻ്റെ സ്ഥാനമാണ്. അവിടെ ഇടയ്ക്ക് തെയ്യവും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ എത്താനായി. അപ്പോൾ ദൂരെ നിന്ന് നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ സൗണ്ട് ദൂരത്തുനിന്ന് കേട്ടിട്ട് കുഞ്ഞമ്മാവൻ അവിടെ പുറത്തേക്ക് വന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടാടും എന്തോ ചെറിയ ഓലയൊന്നും കൊത്താൻ വേണ്ടി പോകുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം വീട്ടിലേക്ക് കയറിയിട്ട്. അപ്പോൾ ഇതാണ് കുഞ്ഞമ്മാവൻ്റെ അമ്മയുടെ വീട്.
അപ്പം നമ്മൾ വേഗം പോയാടും അപ്പൂൻ്റെ അടുത്താണ് പോയത്. ഇതാണ് അപ്പു കേട്ടോ, അവിടുത്തെ നായയാണ്. നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പം അപ്പൂനെ എപ്പോഴും നമ്മളെ വിളിക്കും, അപ്പു വിളിക്കുമ്പോൾ അത് നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അവിടെ എത്തിയാടും അമ്മായി നല്ല തണുത്ത വെള്ളവും അതുപോലെ തന്നെ മുട്ട പപ്സും അതൊക്കെ തന്നു, അതൊക്കെ കഴിച്ചു കേട്ടോ. ഇതാണ് മൾബറി കേട്ടോ. അപ്പോൾ പോയാട് നമ്മൾ മൾബറി പറിച്ചു. അവിടെ വലിയ മൾബറി ചെടി ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഇത് കഴിക്കാൻ പറ്റിയത്. ഈ ബ്ലാക്ക് കളർ പോലെ ആയത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, മധുരം ഉണ്ടാവും. പക്ഷെ ഒരു റെഡ് കളറ് ചെറിയൊരു പുളിപ്പോട് കൂടിയിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അവിടെ ഇരുന്നിട്ട് മൾബറിയൊക്കെ കഴിച്ചു കേട്ടോ. മൾബറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ചെറിയൊരു പുളിപ്പുണ്ടായിരുന്നു. എനിക്ക് റെഡ് കളറായിട്ടുള്ള മൾബറി ആയിരുന്നു ആദ്യം കിട്ടിയത്. അപ്പോൾ അതിനൊരു ചെറിയ പുളിപ്പുണ്ടായിരുന്നു, പക്ഷേ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റോട് കൂടിയിട്ടുള്ളതാണ് കേട്ടോ മൾബറി എന്ന് വെച്ചാൽ. ആ ബ്ലാക്ക് കളറുള്ളത് നല്ലൊരു മധുരവും പുളിപ്പും കൂടിയതാണ്. അപ്പോൾ അമ്മായി ഇതാ ക്യാമറയൊക്കെ നോക്കി ചിരിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് മൾബറിയൊക്കെ കഴിച്ച് കുറച്ച് കാറ്റൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരുന്നു കുറച്ച് സമയം. ഇതാണ് നമ്മുടെ നായകൻ കേട്ടോ, അതായത് വീണിട്ട് തലയൊക്കെ പൊട്ടിയിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്ന നായകൻ. അപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മൾ ചാമ്പക്ക പറിച്ചു കേട്ടോ. ഇത് ചാമ്പക്ക മരമാണ്, അവിടെ വലിയ ചാമ്പക്ക മരമായിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചാമ്പക്ക പിടിച്ചിരുന്നു, ഇപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉള്ളത് നോക്കിയിട്ട് നമ്മൾ പറിച്ചെടുത്തു കേട്ടോ. ഇത് ഞാൻ ദൂരെ നിന്ന് കാണിച്ചു തന്നിട്ട് വരുമ്പോൾ പൊട്ടൻ തറാന്ന് വെച്ചിട്ട്, അതായത് പൊട്ടൻ ദൈവത്തിൻ്റെ ഒരു സ്ഥാനമാണ് കേട്ടോ. അവിടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഉള്ള ഒരു പൊട്ടൻ ദൈവത്തിൻ്റെ സ്ഥാനമാണ്. അമ്മു സ്റ്റാമ്പൊക്കെ കണ്ടാടെ ഒന്നും നോക്കാണ്ട് അങ്ങ് കയറി പറിക്കുകയായിരുന്നു. അപ്പോൾ പറിച്ചിട്ട് എനിക്ക് കൂടി കൊണ്ടു തരുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ചാമ്പക്ക, അതുപോലെ റിച്ചൂസിനും ഭയങ്കര ഇഷ്ടമാണ്, അമ്മൂസിനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് അമ്മായിയും കൂടി പറിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ചാമ്പക്കയൊക്കെ പറിച്ച് അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു തിരക്കിലായിരുന്നു കേട്ടോ. അതുപോലെ അവിടെ ഒരുപാട് ചെടികളുണ്ടായിരുന്നു കേട്ടോ. അത് മെയിനായിട്ടെന്ന് പറയുന്നത് ഫാഷൻ ഫ്രൂട്ടാണ്. ഫാഷൻ ഫ്രൂട്ട് അവിടെ ഒരുപാട് ഇങ്ങനെ പന്തൽ പോലെ ആയിട്ടുണ്ട്. അവർ പന്തലൊക്കെ ഇട്ടുകൊടുത്ത് നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അതായത് നല്ല തണുപ്പും കിട്ടുമല്ലോ ഇങ്ങനെ ഒരു പന്തൽ പോലെ ആക്കി വെച്ചാൽ. അപ്പോൾ കാണാൻ തന്നെ നല്ല മനോഹരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് നല്ല പഴുത്തത് നോക്കിയിട്ട് പറിച്ചെടുത്തു കേട്ടോ. ഈ ഒരു ചൂട് സമയത്ത് ഇങ്ങനെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ പന്തലൊക്കെ വീടിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നത് നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് ഒരു തണുപ്പ് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണെന്ന് എനിക്ക് തോന്നി. കാരണം അവിടെ ആ ഒരു സൈഡിൽ ഫുള്ള് ഫാഷൻ ഫ്രൂട്ടിൻ്റെ പന്തലായിരുന്നു. ആ പന്തലിൻ്റെ ഉള്ളിലാണ് അവർ ബൈക്കൊക്കെ വെക്കുന്നത്, കാരണം അത്രയും കൂളായിരിക്കും അവിടെ ആ ഒരു പ്ലേസ്. അപ്പോൾ നല്ലൊരു രസം ഉണ്ടായിരുന്നു അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഫാഷൻ ഫ്രൂട്ട് കിട്ടിയിട്ട് ഇവിടെ നിറച്ചും ഫാഷൻ ഫ്രൂട്ട് ഉണ്ട്, കണ്ടില്ലേ, വലിയ പന്തലുണ്ട്. ഇത് കറ്റാർ വാഴയാണ് കേട്ടോ. അപ്പോൾ കറ്റാർ വാഴ അവിടെ കുറച്ചെണ്ണം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അവിടെ ഒരു ഡിഫറെൻറ്റ് കളറായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവർ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ ഇതാണ് മൾബറിയുടെ ചെടി. അപ്പോൾ വലിയ മരമൊന്നുമല്ല, ചാമ്പക്കയുടെ അത്രയൊക്കെ വലിപ്പം വെക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ. അതിൽ കുറച്ച് മൾബറീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഷൂട്ട് ചെയ്തതാണ്. നല്ല ഭംഗിയുള്ള ഒരു പനിനീർ പൂ കൂടി ഞാൻ കാണിച്ചു തരാം, അതായത് റോസാ ചെടി. അപ്പോൾ നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. അതിലൊന്നേ പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല അട്രാക്ഷൻ തോന്നിയിരുന്നു, അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. ഈ ഫ്ലവറിൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ. നല്ല വയലറ്റും വൈറ്റൊക്കെ കൂടി മിക്സായിട്ട് ഉള്ള ഒരു കളറുള്ള ഒരു ഫ്ലവറാണ്. അതും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇതും ഒരു വെറൈറ്റി ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. അപ്പോൾ ഒരു ഓറഞ്ചും വൈറ്റൊക്കെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറുള്ള ഒരു ഫ്ലവറാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു ഫ്ലവറും. ഒരു വെറൈറ്റി ആയിട്ട് ഇതും തോന്നി കേട്ടോ. ഇത് നമ്മുടെ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ തൂക്കിയിടുന്ന ചെടി ഉണ്ടാവില്ലേ, ഇല താഴോട്ട് വളരുന്നത്, ആ ഒരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുറേ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ചൂടായതുകൊണ്ട് കുറേയൊക്കെ പോയി. അപ്പോൾ ഇത് ഉണ്ടായിരുന്നു അവിടെ ബാക്കി. ചക്ക കാണിച്ചു തരാം, കണ്ട, ഇത് വലിയ പ്ലാവാണ് കേട്ടോ. പ്ലാവ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വലിയൊരു പ്ലാവാണ്. അതിൻ്റെ മുകളിലോട്ട് നിറച്ചും ചക്ക പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അമ്മായിയുടെയും കുഞ്ഞമാമൻ്റെയും സ്ഥലമല്ല, വേറെ ഒരാളുടെ സ്ഥലത്ത് തൊട്ടടുത്ത മുന്നിലുള്ള സ്ഥലമാണ്. അവിടെ പിടിച്ചിട്ടുണ്ടായിരുന്ന ചക്കയാണ് കേട്ടോ.
പോകുന്നത് ഇപ്പോൾ റിച്ചൂസിൻ്റെ അച്ഛൻ്റെ പണ്ടത്തെ തറവാട്ട് വീട്ടിലേക്കാണ് നമുക്ക് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടോ. ഈ ഒരു തറവാട്ട് വീട്ടിൽ നിന്ന് വെച്ചാൽ ഒരു 40-45 വർഷത്തിൽ അധികം പഴക്കമുള്ളൊരു വീടാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഉണ്ട്. ഇപ്പോൾ പൊളിഞ്ഞു പോയിട്ടുള്ള അവസ്ഥയാണ്. എന്നാലും ഒരു ഗ്രാമീണ തനിമ നമുക്ക് തോന്നില്ല ഇതൊക്കെ കാണുമ്പോൾ. വീട് എന്ന് വെച്ചാൽ പണ്ടത്തെ എൻ്റെ അമ്മേൻ്റെ ഏച്ചിയുടെ വീടും അതുപോലെ തന്നെ കുടുംബക്കാരൊക്കെ ഒരു തറവാട്ടിലാണ് താമസിച്ചത്. അപ്പോൾ അത്രത്തോളം പഴക്കമുള്ളൊരു വീടാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങോട്ട് ഉള്ളിലോട്ടൊക്കെ റൂമുണ്ട്. അപ്പോൾ ഇപ്പം എനിക്ക് കയറാൻ പേടിയാണ്, കാരണം ഇങ്ങനെ ആരും വരാത്തൊരു വീടല്ല. കണ്ണായിരുന്നില്ല, ഇങ്ങോട്ട് നോക്കിയിട്ട് റിച്ചുസേ, റിച്ചു ഹായ്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാ അതിസാഹസികമായിട്ടുള്ള വഴിയിലൂടെ ആയിട്ടാണ് നടക്കുന്നത്. വരുമ്പോൾ നമ്മൾ റോഡിലേക്കൂടിയായിരുന്നു വന്നത്. ഇപ്പോൾ ഒരു കുറുക്ക് വഴിയുണ്ട്, അതിലേക്കൂടിയാണ് പോകുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, ഭയങ്കര കയറ്റാണ്. റിച്ചൂസ് ആണെങ്കിൽ എടുക്കാനും വിടുന്നില്ല. ഞാൻ നടന്നോളാന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. അപ്പോൾ ഇതാ നല്ല കയറ്റമുണ്ട്. ഇപ്പം അവിടെ ഒരു വീടുണ്ട്, അത് ഗീതളേമ്മയുടെ വീടാണ്. ഇവിടുത്തെ അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ സ്ഥലമാണിതൊക്കെ. അപ്പോൾ കുന്ന് കയറാൻ ഒട്ടും വയ്യ. കീയാൻ എന്ത് എളുപ്പമായിരുന്നു. പിന്നെയും ഞാൻ പറഞ്ഞിരുന്നില്ലേ, കുന്ന് ഇറങ്ങാൻ നല്ല സുഖമായിരിക്കും, പക്ഷെ അത് കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെ ഇവിടെ ഒരു വീടുണ്ട്. അപ്പോൾ കുന്ന് അങ്ങോട്ട് വരെ കയറണം. അപ്പോൾ ഞാനൊരു വടിയൊക്കെ എടുത്താൽ കയറണം കേട്ടോ. കണ്ടില്ലേ, ഇത്തരത്തിലുള്ള ഒരു വഴിയാണ്. സാഹസികമായിട്ടുള്ളൊരു വഴിയാണ്. കുറച്ച് നേരം കണ്ടില്ലേ, ഈ ഒരു കുന്ന് വേണം നമ്മൾ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ കയറാണ്ടിരിക്കാനും പറ്റില്ലല്ലോ, നമുക്ക് വീട്ടിലെത്തണ്ടേ. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്തെ കൂടി അപൂർവം വരുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതിലെ കൂടി ഡെയിലി നമ്മളിങ്ങനെ കയറി ഇറങ്ങുന്നവരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. റിച്ചൂസൊക്കെ ഇതാ വീണിട്ടാണ് കയറുന്നത്, വേറെ വഴിയില്ലല്ലോ. ഇതൊക്കെ
റിച്ചൂസിനെ എടുക്കാന്ന് വെച്ചാൽ അവളെ എടുക്കാൻ വിടുന്നില്ല. അവൾക്ക് ഈ ഒരു കുന്ന് കയറിയേ മതിയാവുമെന്ന് പറയുന്നു. അതുകൊണ്ട് കയ്യും പിടിച്ചുകൊണ്ട് ഇങ്ങനെ കയറുകയാണ്. മൂസ എന്ത് തോന്നുന്നു? അമ്മൂസ് ഡെയിലി വരുന്നതാണ് ഇടക്കിടക്കൊക്കെ. പക്ഷെ നമ്മളിങ്ങനെ കയറാറേ ഇല്ല കേട്ടോ. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൊണ്ട് തന്നെ, കയറാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് തന്നെ. ഈ എക്സസൈസൊക്കെ വേണമെന്നില്ല അവർക്ക്. ഇതിലേ കൂടി ഡെയിലി ഒരു തവണ കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ വയറൊക്കെ കുറയും, ഫിറ്റ്നസ്സൊക്കെ ആവുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം എന്താ, വഴിയുണ്ടല്ലേ, നമ്മൾ അങ്ങ് താഴെന്ന് ഇത് ഇങ്ങ് കയറി എത്തി. ഇനിയും കയറാനുണ്ട് അത്ര ഒരുപാട്. അപ്പോൾ നമ്മൾ കുഞ്ഞമാമൻ ഇങ്ങനെയാണ് വരുന്നത് ഡെയിലി. നമ്മൾ കുറച്ച് ഇവിടെ നിൽക്കട്ടെ കേട്ടോ. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഈ താഴെയുള്ളവരൊക്കെ ഇങ്ങനെ ഡെയിലി രാവിലെയും വൈകുന്നേരമൊക്കെ ജോലിക്ക് പോകുന്നവരും, പിന്നെ അതുപോലെ പെട്ടെന്ന് എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങണമെങ്കിൽ മുകളിലേക്ക് കയറണം, നമ്മുടെ ഈ ഒരു താഴ്ന്ന് മുകളിലേക്ക് കയറണം. അവരുടെയൊക്കെ ഒരു അവസ്ഥ നോക്കറോ. പക്ഷെ ഇവർക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ ഈ പ്രാക്ടീസ് ആയില്ലേ. അവരുടെ ഫസ്റ്റ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ ഒരു താഴത്തെ ലൈഫ് എന്നാണ്. അപ്പോൾ മുകളിലേക്കൊക്കെ കയറി ശീലിച്ചവരായിരിക്കും. അപ്പോൾ നമ്മളെപ്പോലെ ഉള്ളവരിവിടെ പെട്ടുപോയത് തന്നെയാണ്. കാരണം എനിക്കൊക്കെ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പാണ് പെട്ടെന്ന്. അപ്പോൾ ഇവിടത്തേക്ക് വണ്ടി വരിക, ഹോസ്പിറ്റലിൽ പോവുക. അതുപോലെ തന്നെ ഇപ്പം റോഡൊക്കെ വന്നു. പക്ഷെ ഇതിന് മുന്നേ ഉള്ള കാലം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാലമായിരിക്കും അല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നു. കാരണം എനിക്കൊന്നും ഒരിക്കലും ഇങ്ങനത്തെ ലൈഫ് പറ്റില്ല എന്ന് ഒരു തോന്നുന്നു ഇങ്ങനെ നടന്നു പോകുമ്പോൾ. റിച്ചൂസ് പാവം ഇന്ന് ഉറങ്ങില്ല. അവളൊന്നാമത് എടുക്കാൻ വിടുന്നില്ല. നമ്മളൊക്കെ നടക്കുമ്പോൾ അവക്കും നടക്കണം എന്നില്ല, ഒറ്റ വാശിയാണ്. പക്ഷെ നല്ല കാലുവേദന ഉണ്ടാവും ഇന്ന്. അപ്പോൾ ഭയങ്കര ആശ്വാസമായി. നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിട്ടോ. അപ്പോൾ താഴെ സന്തോഷം ഇല്ല എന്നല്ല, നമ്മൾ ഈ ലൈറ്റ് കണ്ട സ്ഥലത്തുനിന്ന് പെട്ടെന്ന് താഴേക്ക് പോയപ്പോൾ ഭയങ്കരമായിട്ട് എന്തോ പോലെ തോന്നി. അപ്പോൾ നമ്മളിതാ വെളിച്ചം കണ്ടു തുടങ്ങിട്ടോ. താഴെന്ന് മുകളിലേക്ക് എത്താൻ പോകുന്നു. അപ്പോൾ സൂര്യനൊക്കെ കണ്ടു തുടങ്ങി. താഴെ സൂര്യനൊക്കെ കാണാൻ കുറവല്ലേ, കാരണം അത്രയും കാട് പോലെയുള്ള റബ്ബറും മരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ മുകളിലേക്ക് കയറുമ്പോൾ എന്തോ ഒരു ആശ്വാസം. അപ്പോൾ നമുക്ക് തോന്നുന്നു ഇവിടെ നല്ലൊരു പ്ലേസ്. നമുക്ക് ഇവിടുന്ന് ഒരു ക്യൂ ആൻഡ് ഒക്കെ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു ക്യൂ ആൻഡ് ചെയ്യാം. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും, ഇതിലേ അങ്ങനെ പോയാൽ നമ്മുടെ വീട് അങ്ങ് അവിടെ കാണുന്നുണ്ടാവും. അപ്പോൾ നടന്ന് ക്ഷീണിച്ച് ഒരു വിധമായി നമ്മൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസായിട്ട് പുതിയ കണ്ടന്റുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ, സീ യു.